my YouTube channel. This is Tejitangu and you're watching Tejitangu Diaries. Okay guys, അപ്പോൾ ഇന്ന് വളരെ എനിക്ക് അത്ര നല്ല വീഡിയോ അല്ല, നിങ്ങൾക്ക് നല്ല വീഡിയോ ആണോ? എന്തേ എനിക്കെല്ലാം വാങ്ങി തരുന്നു. ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെയിം യെസ്റ്റ് മോമാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അമ്മമാർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണ്ടേ അല്ലേ? ദിവസം ചെയ്തിട്ടുണ്ട്. നന്ദി. അവരുടെ ദൂർത്തരിക്കുന്ന സ്വഭാവം നമുക്കിന്ന് പുറത്ത് കൊണ്ടുവരണം. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെ തേങ്ങകളാണ് വാങ്ങിച്ച് കൂട്ടുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അല്ലേ? അപ്പം അമ്മ എന്തൊക്കെ അവിടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന്. അതിന് മുന്നേ നമ്മൾ രണ്ടാളും റെഡി ആയിട്ടൊന്നും ഇല്ല പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ റെഡി ആവാൻ വേണ്ടി പോവാണ്. അപ്പം എന്താ നീ ഇടുന്ന ഡ്രസ്സ് ഞാൻ പറഞ്ഞത് ഇട്ടാൽ മതി കേട്ടോ. അത് ഡ്രസ്സല്ലേ? അത് രസമാണ്, പക്ഷെ അത് വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനമാണ്. എന്തായാലും കുഴപ്പമില്ല. ഇനി ഡ്രസ്സ് അമ്മ ചൂസ് ചെയ്തോട്ടെ. കാരണം എപ്പോഴും ഞാനും അമ്മ എപ്പോഴും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അടിയാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്ലാൻഡ് ആണെന്ന് ആർക്കും മനസ്സിലാകാത്തതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അമ്മ സുന്ദരിയ, അമ്മൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ശരി, ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ റെഡി ആയിട്ടില്ല. അപ്പോൾ റെഡി ആകുമ്പോൾ അതും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് കൂടെ കാണിച്ചു കൊടുത്താലോ? ശരി. അപ്പം ഇനി നമുക്ക് വലിയ സൗന്ദര്യ രഹസ്യം എന്നല്ല, അമ്മ വളരെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. അമ്മ യൂസ് ചെയ്യുന്ന ഒരു റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ്, ഹിമാലയയുടെ ടേമറിക് ഫേസ് വാഷ്. എന്തുകൊണ്ടാണ് അമ്മ ഈ ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുന്നത്? ഡാർക്ക് സ്പോട്ട് ട്രീറ്റ് ചെയ്യും, അതുകൊണ്ടല്ലേ നിങ്ങളോടൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നത്. ഡാർക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ദ ന്യൂ ഹിമാലയ ടേമറിക് ഫേസ് വാഷിൽ ഓർഗാനിക് ടേമറിക് ഉണ്ട്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ സൂപ്പർ സേഫ് ആണ്. ഇതിലെ ടേമറിക് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഏൻഷ്യന്റ് ആയുർവേദിക് ടെക്നോളജി ആയ സ്വരാസ യൂസ് ചെയ്തിട്ടാണ്. നമ്മളെ ഫ്രഷ് ആൻഡ് കോൺഫിഡന്റ് ആക്കിയിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു സാധനം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹിമാലയ ടേമറിക് ഫേസ് വാഷ് നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് എന്റെ കൂപ്പൺ കോഡായ TD10 നിങ്ങൾ യൂസ് ചെയ്യും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാങ്ങണം എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലോട്ട് പോവാം. അത് കറക്റ്റാണ്. ഗൈസ്, കുറച്ച് എന്തൊക്കെ തള്ളക്കെന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് വീട്ടിനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ആരാണ് വണ്ടി ഓടിക്കാൻ പോണത്? അമ്മോണി. നീ എനിക്ക് വയ്യ വെറുതെ ആരാ ഓടിക്കണത്? ശരി, എടുക്കാം. ഓ, ഞാൻ ഓർത്തു യെസ് പറയാനുള്ളതുകൊണ്ട് അതും കൂടെ എൻ്റെ തലയിലാക്കുമെന്ന്. പക്ഷെ മുണ്ടൂര് വരെയല്ല, പാലക്കാട് വരെ. വാ. ഓക്കെ, അപ്പം അമ്മ വണ്ടി ഓടിക്കുന്നതിന് അമ്മ ഓക്കെ പറഞ്ഞു. ഒരു വട്ടം മാത്രമേ ചാൻസ് ഉള്ളൂ. ഇപ്പം യെസ് പറഞ്ഞു പിന്നെ നോ, അങ്ങനെയൊന്നും അമ്മക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഗൈസ്, അങ്ങനെ അമ്മേനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് അമ്മേനെ കൊണ്ട് തന്നെ ഓരോരുത്തർ കൊണ്ടുപോകുന്നതിൽ ഒരു ലോജിക്കില്ല നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടും അമ്മക്ക് മടിയായതുകൊണ്ടും അമ്മ അപ്പുറത്തിരിക്കുന്നു. നോക്കൂ അമ്മ, ഞാനാണ് ഇനി മുതൽ വണ്ടി ഓടിക്കാണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണോ അമ്മക്ക് നടത്താനുള്ള ആഗ്രഹം നമുക്ക് അമ്മോട് തന്നെ ചോദിക്കാം. അമ്മ, എങ്ങിട്ടാണ് പോകുന്നത്? എൻ്റെ സ്കൂൾ. അതിനെന്തിനാ ക്യൂട്ട് എക്സ്പ്രഷൻ ഇടുന്നത്? അതെന്തിനാ വീണ്ടും വീണ്ടും ഇടുന്നത്? എന്തിനാ സ്കൂളിൽ പോണത്? കാണാൻ. പിന്നെ എന്തിനു പോവും? അല്ല, വല്ല ഓർമ്മകൾ എന്തെങ്കിലും? എത്ര കൊല്ലം പഠിച്ചതാണ് ഇതൊക്കെ പറ. 12 കൊല്ലം പഠിച്ച സ്കൂളാണ്. LKG തൊട്ടിട്ട് അവിടെ തന്നെ. ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് അവിടെ പോയത്? ചേച്ചിക്ക് എന്തോ ഒരു PCM അങ്ങനെ എന്തോ എക്സാം ഇല്ലേ? PCM അല്ല, വേറെ എന്തോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവള് വന്നിട്ട് 2nd 3rd പഠിക്കുമ്പോൾ. ചേച്ചി 2nd തൊള്ളി. ഇപ്പൊ ചേച്ചി മുതുക്കളവിയായി, കെട്ടിക്കേണ്ട പ്രായമായിക്കണ്. പോയത്. പിന്നെ ഞാൻ പോയില്ല. സ്കൂളൊക്കെ മൊത്തം മാറിയിട്ടുണ്ട്. ഞാൻ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉള്ളിൽ കയറില്ലല്ലോ, അപ്പോൾ മൊത്തം മാറിയിട്ടുണ്ട്. എനിക്കറിയില്ല, അതിൻ്റെ ഉള്ളിൽ കയറ്റും തന്നെ അറിയില്ല. അമ്മേനെ അവർ പറയണ്ടാവും അടിച്ചോടിച്ച് വിട്ടാണ്, ഇതെന്താ വീണ്ടും മെലിന് കയറി വരുന്നത്. നമുക്ക് എന്തായാലും ഉള്ളി കയറാൻ പറ്റുന്നത് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, അമ്മൻ്റെ ഒരു ആഗ്രഹം നമുക്ക് സാധിക്കാം. ഓക്കെ, അവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കണോ സ്കൂളിൽ. ഓ, കുട്ടികളൊക്കെ ഉണ്ട് ഉള്ളി. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? എൻ്റെ സ്കൂൾ. എൻ്റെ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിന്റെ പേര്? അറിയില്ല എന്താ പേര്? തോമസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഗേൾസ് ഹൈസ്കൂൾ. ഗേൾസ് സ്കൂൾ ഞങ്ങൾ പഠിച്ച് വെറുതെ അല്ല, 7th വരെ ബോയ്സ് ഉണ്ട്. ഇപ്പൊ മിക്സഡ് ആക്കിട്ടാ. ഇപ്പൊ ഗേൾസ് ഹൈസ്കൂൾ അല്ല, ഇപ്പൊ കണ്ട സീനിയർ സെക്കൻഡറി സ്കൂളായി. അതെ, അതായത് ടീനേജ് പ്രായത്തില് ഗേൾസിൽ സ്കൂളിൽ പഠിച്ചതിന്റെ തീർക്കുന്നത് ഇപ്പോഴാണ്. ചെറിയ ചെക്കന്മാരെയൊക്കെ വായി നോക്കി കമന്റ് അടിച്ച് ഇപ്പോഴാണ് അത് തീർക്കണത്. ആക്ച്വലി ഉള്ളിൽ പോകാൻ പറ്റി നമുക്ക് അറിയില്ല, പക്ഷെ അടുത്ത് കുഞ്ഞു ഡോർ തുറന്നിട്ടുണ്ട്. പിന്നെ അഡ്മിഷന്റെ കാര്യം, അതെ ഗേറ്റ്
പിന്നെ അഡ്മിഷന്റെ കാര്യത്തിൽ കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിന്റെ കൂടെ പോവാം. ഈ സങ്കടം കരച്ചിലൊക്കെ വരും അവിടെ. എത്ര കൊല്ലം തന്നെ ഉള്ളു പഠിച്ചാണ് ഞാൻ ഓർമ്മ വെച്ചപ്പോൾ തൊട്ടിട്ട് 10 വരെ ഇവിടെ തന്നെ, LKG തൊട്ടിട്ട് 10th വരെ ഇവിടെ പഠിച്ചു. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഇവിടെയൊക്കെ മരങ്ങളില്ലേ, മാങ്ങ ഇതേപോലെ മാങ്ങ കണ്ടില്ലേ മരം, ഈ മരത്തിന് പോലെ ചുറ്റും തിട്ടൊക്കെ വെച്ചിട്ട് അവിടെ ഞങ്ങൾ ഇരിക്കും. ഇവിടെ ഫുൾ ഗ്രൗണ്ടായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ അസംബ്ലി ഉണ്ടാവുക, സ്റ്റേജ് ഉണ്ട്, അസംബ്ലി ഇവിടെ ഉണ്ടാവും, ഡെയിലി അസംബ്ലി ഉണ്ടാവും, മാർച്ചൊക്കെ ചെയ്തിട്ട് അങ്ങനെ എങ്ങനെ. എൻ്റെ ക്ലാസ് റൂം കാണിച്ചു തരാം കേട്ടോ. 8, 9, 10 ഇവിടെയാണ്. ഹൈസ്കൂൾ ഇവിടെയാണ്. UP LP ഒക്കെ ഇവിടെയാണ്. ഞാൻ ഹോസ്റ്റലിൽ ഇരുന്നുണ്ട്, അറിയോ? ഒരാഴ്ച ഹോസ്റ്റലിൽ ഇരുന്നുണ്ട് 10th. അറിയോ അത് ഹോസ്റ്റലപ്പുറം? എന്തിന്? അതാ പഠിക്കാൻ. പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി വന്നിരുന്നതാണല്ലേ? കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ വന്നാണ്. ഒരാഴ്ച ഇരുന്നപ്പോഴേക്കും പനി പിടിച്ചിട്ട് അച്ഛച്ച അമ്മമ്മയും വാ പോവാ മതിയെന്ന് കെട്ടിട്ട് പോയി. വാ കാണിച്ചു തരാം. ഗൈസ്, ഞാനും അമ്മയും കൂടെ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറി അമ്മമ്മൻ്റെ ക്ലാസ് കാണിച്ചു നേരത്ത് നമ്മൾ ആക്ച്വലി അവർ പെർമിഷൻ ചോദിക്കാതെ വെളിഞ്ഞ് കയറി വന്നതാണല്ലോ. അപ്പം നമ്മളെ വിളിച്ചു, ഇവിടുത്തെ സിസ്റ്റർ ആരാന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ. അപ്പോൾ അമ്മ പോയിട്ട് പിന്നെ അമ്മ കഥ നിർത്തുന്നില്ല. അമ്മ ഞാൻ പഴയ സ്റ്റുഡൻറ്റ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ഇതായി. അപ്പോൾ സിസ്റ്റർ ഓക്കെ വീഡിയോസൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കുറേ പഴയ കുട്ടികളൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം സിസ്റ്ററിനെ കാണാം. നിമ എന്ന ആ സിസ്റ്ററിൻ്റെ പേര്, ഇവിടുത്തെ പുതിയ പ്രിൻസിപ്പളാണ്. അപ്പം അമ്മ ഇപ്പോഴും സിസ്റ്ററിൻ്റെ റൂമിലിരുന്ന് സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം. എൻ്റെ LKGB ഞാൻ B പഠിച്ച് പറഞ്ഞില്ലേ, അത് LKGB അവിടെ ഉണ്ട്, UKGB ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇതിൽ കൂടെ സ്റ്റെപ്പ് കയറി 1ാം ക്ലാസ് എത്തും. പിന്നെയോ ഒക്കെ ഉണ്ട്. പക്ഷെ പണ്ട് ഞങ്ങളുടെ ബാത്റൂമായിരുന്നു ആ സൈഡ്. ഇവിടെ ഫുള്ള് മണ്ണായിരുന്നു. ഇപ്പോൾ ഒക്കെ ടൈലായില്ലേ. പണ്ട് ഫുള്ള് മണലായിരുന്നു, നല്ല മണലായിരുന്നു, സാധാ മണ്ണല്ല, നല്ല മണലായിരുന്നു. ഇപ്പോൾ അവിടെ പാർക്കൊക്കെ വെച്ചിട്ട്. ഇതെന്താ ഇത് ഞങ്ങളുടെ ബസ്. ആരുടെ ബസ്? ഞങ്ങളുടെ ബസ്. പിന്നെ ആരുടെ ബസ്? ഈ ബസ്സിലാണ് നിങ്ങൾ പോയത്? അല്ല, ഞാൻ വാനിലാണ് പോയത്. പക്ഷെ ഞങ്ങളുടെ സ്കൂൾ ബസ്സാണ്. ഞങ്ങൾക്ക് എവിടെ നിന്ന് കാണുമ്പോൾ ഞങ്ങളുടെ ബസ് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് അമ്മൻ്റെ സ്കൂൾ. ഇത് ഞങ്ങളുടെ KGയും LP UP ഹൈസ്കൂൾ അപ്പുറത്ത് ആ ബിൽഡിങ്. ഞാൻ 10th കാണിച്ചു തന്നില്ലേ, അതാണ് ഞങ്ങളുടെ ഹൈസ്കൂൾ ബിൽഡിങ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിൽ പോയി കണ്ടു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താ കരിയാത്ത്? പക്ഷെ അങ്ങനെയല്ല, പക്ഷെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, എന്തൊക്കെയോ ഒരു ആവേശം. കാരണം എത്ര കാലമായിട്ട് അതിൻ്റെ പുറത്തൊക്കെ വന്നിട്ട് ഉള്ളിലേക്കേ കയറിയില്ല. അപ്പം അതിൻ്റെ ഒരു അടുത്ത് ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. എന്ത്? അത് പറഞ്ഞ നീ വെറുതെ ചിരിക്കും. ഇല്ല, പറ. എനിക്ക് പെർഫ്യൂം വേണം, പിന്നെ നെയിൽ പോളിഷ് വേണം, പിന്നെ ഡ്രസ്സ് എടുത്തു തരുമോ? യെസ്. ശരി. നെയിൽ പോളിഷും ബോഡി സ്പ്രേക്കും വരുന്നതെന്ന് പറഞ്ഞിട്ട് ബോഡി സ്പ്രേ ഇവിടെ അല്ല, നെയിൽ പോളിഷ് വാങ്ങി. പിന്നെ അത് വേറെ എന്തൊക്കെയോ നോക്കുന്നു. എന്താ ചെയ്യുന്നത്? മുഖം കണ്ട എന്തോ ഗതികെട്ട് നോക്കണ പോലെ. നോക്കണ്ട.
ഇതിപ്പോൾ ഒന്നും ഇവിടെ അനങ്ങും എനിക്ക് തോന്നണില്ല, ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മളൊന്ന് ചുമ്മാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പം അമ്മ ഇത്തവണ എന്ത് പറയാനും യെസ് പറയുന്നുണ്ട്. ഒരു വെറൈറ്റിയാണ് പറഞ്ഞത്. എന്താണ് വേണ്ടത്? ബർഗർ. നിങ്ങൾ ചോദിക്കുക ബർഗർ വെറൈറ്റി അല്ല, പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതെ, ഞാനും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്നത് ഭയങ്കര വെറൈറ്റിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ബർഗർ ഇഷ്ടപ്പെടുന്ന. അതുകൊണ്ട് അമ്മ വാങ്ങുമ്പോൾ അമ്മൻ്റെ നിന്ന് ഞാൻ കുറച്ച് എടുക്കലേ ഉള്ളൂ. ഞാൻ ബർഗർ കഴിക്കില്ല, കാരണം 2 വാങ്ങിച്ചാൽ വേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. എക്സൈറ്റഡ് ആണോ ബർഗർ കഴിക്കാൻ? പക്ഷേ എനിക്ക് ഇഷ്ടമാവെന്ന് അറിയില്ല, നോക്കാം. ട്രൈ ചെയ്യണം പുതിയ ഫുഡ്. അപ്പോൾ നമുക്ക് എനിക്ക് അങ്ങനെ വെറൈറ്റി ഫുഡ് നമുക്ക് ഇഷ്ടമല്ലല്ലോ. നമ്മൾ ആരും ഫുഡീസ് അല്ല. അപ്പോൾ നമ്മൾ കഴിച്ച ഒന്ന് എന്നെ റിപ്പീറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും KFC വരണം, കാരണം എനിക്കൊന്നും ഇഷ്ടപ്പെട്ട എനിക്ക് അതിനെ പറ്റില്ല, അതിൽ വേറെ എനിക്ക് അതിനെ പറ്റില്ല. അപ്പോൾ നമുക്ക് പോയി ബർഗർ ആദ്യമായിട്ട് കഴിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, ഓൾറെഡി 1 ഗ്ലാസ് ഐസ് അവർ ഡിഫോൾട്ടായി വെച്ചിട്ടുണ്ട്, ഞാൻ ചോദിക്കാതെ. പക്ഷേ എനിക്ക് ആർത്തിക്കുള്ള ഞാൻ ഒന്നുകൂടെ ചോദിച്ചു. താങ്ക് യു. ഇന്ന് ബർഗറിൻ്റെ എന്തോ ഇതായതുകൊണ്ട് buy 1 get 1 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ബർഗർ കിട്ടി. ഇന്ന് നമ്മൾ വാങ്ങിച്ച ബർഗറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ചീസില്ലാത്ത, മയോണൈസ് ഇല്ലാത്ത. നമ്മൾ അവിടെ പോയിട്ട് നേരെ ആളോട് ചോദിക്കണം ചീസില്ലാത്ത ബർഗർ ഉണ്ടോ. അപ്പോൾ തന്നെ അവിടുത്തെ ചേട്ടൻ ചീസില്ലാത്ത ബർഗറോ എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണെങ്കിലും അതിനകത്ത് ചീസും മയോണൈസും വേണ്ടാന്ന്. അങ്ങനെ ഇതാണ് അമ്മ നമ്മൾ കേൾക്കാൻ പോകണം. അതിനകത്ത് അവർ കുറച്ച് ഇലകൾ, പച്ച ഇലകളും ഒരു ചിക്കനും 2 ബണ്ണും കൂടെ ഇട്ട് തന്നിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കാം അല്ലേ. ബ്രെഡിനുള്ളിൽ ഞാൻ കഴിക്കട്ടെ. നമ്മുടെ വീട്ടിലെങ്കിലും ബ്രെഡും ചിക്കനും. ഓക്കെ, അങ്ങനെ നമ്മൾ വയറൊക്കെ നിറച്ച് കഴിഞ്ഞു. ഇപ്പൊ സമയം ഈവനിങ് ആയി, 4:45. അമ്മക്ക് ഇനി എന്താ അടുത്തത്? ഡ്രസ്സ് നീ വാങ്ങി തരുമോ? യെസ് പറയാതെ വേറെ വഴിയില്ല. യെസ്. എന്താ ഇങ്ങനത്തെ ഡ്രസ്സ്? എനിക്ക് കുറച്ച് ഫംഗ്ഷനൊക്കെ ഇടുന്ന പോലത്തെ, പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുമോ? ചെറുതിലൊന്നും പിടിക്കില്ല. ഫംഗ്ഷന് ഇടാൻ പോണ പോലത്തെ മെല്ലെ അത് വെളിമേടോടോ. ഫംഗ്ഷന് പോണ പോലത്തെ ആടോ, അത് പൈസ വേണോ വേണ്ടേ? യെസ് പറഞ്ഞോ? എന്താ ഞാൻ പറഞ്ഞത്? ഓ സോറി, വേണം. സൽവാറാണോ സാരിയാണോ? ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് സൽവാർ സെറ്റാണ് വാങ്ങുന്നത്. ഇവരൊരു ഓഫർ കണ്ടു, എന്തോ 30% ഓഫ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനെ പോയി നോക്കുന്ന 7,000 രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കത് വേണ്ട. ഇത്ര നേരത്തെ മറ്റേ ഇതിന് ശേഷം, കഷ്ടപ്പാടിന് ശേഷം അമ്മക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി. അപ്പം ഞാൻ ഹാവു സമാധാനം ഇനി തിരിച്ച് പോവാന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ വേറെ എന്തൊക്കെ അവിടെ പോയി തപ്പുന്ന് നോക്ക്. ഒരു ഉളുപ്പും ഇല്ല പറഞ്ഞ അമ്മ. നിങ്ങൾ ഡ്രസ്സ് എടുത്താ? പിന്നെ ഇപ്പം എന്താ തപ്പ? എനിക്ക് പാൻറ് വേണം. അമ്മ എടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സ് തരാം. ആ കളർ രസമുണ്ട്. പക്ഷെ അമ്മ എപ്പോഴും ഇടുന്ന പാറ്റേൺ ആണ് അത്. അത് ശരിയാണ്, എൻ്റെ പാറ്റേൺ ആണ്. പക്ഷെ അല്ല, അത് അപ്പുറത്ത് വെക്കാതെ എടുക്കുന്നില്ല. ഞാൻ നോക്കില്ല. ഇതാണ് വാങ്ങണത്, അതല്ല. ഇത് അമ്മക്ക് ഇഷ്ടമായി. ഇതിൽ കുറേ ഗിൽറ്റ് ഉണ്ട്, കണ്ടോ? അങ്ങനത്തെ അമ്മക്കില്ല. എന്നാ എടുത്തോ. ഓ, ആ പാൻറ് ഉണ്ടോ? ദ മെറ്റാലിക് പാൻറ് വേണോ? ഓക്കെ, തപ്പ്. വേഗം ആക്ക് കേട്ടോ, സ്ലോ മോഷൻ കളിക്കല്ലേ. ഗോൾഡൻ ആണ് പറഞ്ഞ് വേറെ ഏതൊക്കെ എടുത്ത് നോക്കണത്. ഗൈസ്, ഇവിടെ ഒരു ഫ്രണ്ട്ലി ഈച്ചനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലാണ് ഇരിക്കണത്. ഇത് ഞാൻ ഫിസ്റ്റ് ബംപ് ചെയ്തിട്ട് അമ്മക്ക് കൊടുക്കും. ഉള്ളി പോ. അയ്യോ, അമ്മ ഫിസ്റ്റ് ബംപ് ചെയ്യ്. ഇങ്ങനെ കുത്ത്, ഒരു സർപ്രൈസ്. ഇങ്ങനെ കുത്ത്, ഇനി തുറക്ക്.
ഗൈസ് അങ്ങനെ പുതിയ കുർത്തിയൊക്കെ വാങ്ങിച്ച് ഇപ്പോഴും ആർത്തി തീരാതെ വീണ്ടും കണ്ട അവിടുത്തെ ഓരോന്നൊക്കെ നോക്കി. അപ്പുറത്ത് കമ്മൽ കണ്ടപ്പോൾ കമ്മലിൻ്റെ അവിടെ ഓടിപ്പോയി നോക്കി. യെസ് പറയുന്നപ്പോൾ മുതലെടുക്കുക, എങ്ങനെ ഒരു മനുഷ്യനെ അറുത്ത് പിഴിയാം, അതാണ് അമ്മ കാണിക്കുന്നത് അല്ലേ? അല്ല പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കണ്ടന്റ് എന്തൊരു നല്ല മനസ്സിനോടമ്മ. എനിക്ക് വീഡിയോ എടുക്കാൻ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് പാവം ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ വാങ്ങിയത്. സാക്രിഫൈസ് ആയിരുന്നോ കഷ്ടപ്പെട്ട്? നിനക്ക് വീഡിയോ എനിക്ക് അപ്പുറത്ത് എറിയാനോ നിങ്ങളെ തോന്നണത്. ശരി ഗൈസ്, നമുക്കിനി പോവാം. നമുക്ക് എന്തോ ബോഡി സ്പ്രേ വാങ്ങണം പറഞ്ഞു. അതും കൂടി ഇനി ആക്ച്വലി വാങ്ങാനുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടി ഇനി എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടി പുതിയ ആവശ്യങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. മുഖം നോക്ക്, ആലോചിക്കാൻ കണ്ട. നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ എനിക്കിനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ അമ്മ ഒരു ഷൂ കടൻ്റെ ചെരുപ്പ് കടൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ എന്താ നമുക്ക് ചെരുപ്പ് നോക്കിയത് അവിടെ കയറിയിട്ടില്ല പറഞ്ഞു. പുതിയ കടയതുണ്ടല്ലോ, പുതിയ കടയിൽ അവിടെ സ്ഥാപിച്ച് കുറേ ആയി. പക്ഷെ ഞാൻ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ വാങ്ങിക്കാന്നുള്ള ഉദ്ദേശമൊന്നുമില്ല കേട്ടോ. നോക്കുള്ളൂ, വാങ്ങില്ല കേട്ടോ. ഉദ്ദേശമില്ല പറഞ്ഞു. ഇഷ്ടപ്പെട്ട മാത്രം. ഉദ്ദേശമില്ലാത്ത ആൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുക? മിക്കവാറും വാങ്ങും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ആകെ മറ്റേ ബോഡി സ്പ്രേ കൂടെ വാങ്ങാനുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ വാങ്ങട്ടെ. പാവം ഇന്ന് അമ്മൻ്റെ ഡേ ആയിപ്പോയി. അതെ, എവറി ഡോഗ് ഹാസ് എ ഡേ. ഞാൻ മനുഷ്യൻ. അതെങ്ങനെയാണ് എൻ്റെ കുട്ടിയാവുമ്പോ? അല്ല, ഞാൻ ഡോഗിനുണ്ടായ മനുഷ്യൻ. അത്ഭുത ജന്മമാണ് ഞാൻ. നമുക്കപ്പോൾ പോയിട്ട് ഷൂ നോക്കാം. അങ്ങനെ ചെരുപ്പെടുക്കാൻ ഒരു ഉദ്ദേശം ഇല്ലാന്ന് പറഞ്ഞ് പോയ ആള് കൈവക്ക്. ഇതെന്താ? നീ പിന്നെ അവിടെ നിന്ന് വന്നവരെന്തീ വിചാരിച്ചാലോ? അവരൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. അവര് ചിലപ്പോൾ വിചാരിച്ചാലോടാ. അതെ, അമ്മ എൻ്റെ വീഡിയോക്ക് വേണ്ടി സാധനം വാങ്ങുക. ഇനി അവരെന്തെങ്കിലും വിചാരിച്ചോ പറഞ്ഞ സാധനം വാങ്ങാൻ, ഇതൊന്നും തോന്നിയിട്ടല്ല. കാണിക്ക ചെരുപ്പ്. നമ്മൾ ഇന്നത്തെ കുർത്തി വാങ്ങിച്ചല്ലോ, ഡ്രസ്സ്, അതിന് മാച്ച് ആയിട്ടൊരു സാധനമാണ് വാങ്ങിയത്. എനിക്കത് നല്ല സ്യൂട്ടാവുന്ന പോലെ തോന്നി. കുറച്ച് ഹീലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഹീൽ പക്ഷെ ഇടാറില്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയത്. ഇനി നമ്മൾ നമ്മുടെ ബോഡി സ്പ്രേയും കൂടെ വാങ്ങിച്ചിട്ട് തീർന്നു അല്ലേ? കഴിഞ്ഞു. ഓ, ഇത് കുറേ നേരെ പറയാൻ തുടങ്ങിയിട്ട് നമുക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മുടെ അവസാനത്തെ സാധനമായ അമ്മൻ്റെ ബോഡി സ്പ്രേ വാങ്ങും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 10 സാധനം വാങ്ങും മിനിമം. പോ. ഗൈസ്, അങ്ങനെ നമ്മൾ പെർഫ്യൂം വാങ്ങാൻ പോയിട്ട് അമ്മക്ക് മിൽക്കി ബാറും വാങ്ങിച്ചു. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഞാൻ ഓർത്ത് അമ്മ എനിക്ക് വല്ല പണികൾ തരുന്നു. ചേച്ചി വീട്ടിൽ അമ്മക്ക് പറഞ്ഞു കൊടുക്കുക, അവളെ കൊണ്ട് മുറ്റം അടിപ്പിക്കുക, അവളെ കൊണ്ട് ഡ്രസ്സ് മടക്കിപ്പിക്കുക, വീട്ടിൽ പോയി ചെയ്യിപ്പിക്കാം. അത് ഈട്ട് കഴിഞ്ഞു. ഇവിടത്തോടെ ആ വീഡിയോ കഴിഞ്ഞു. ഇന്ന് ഔട്ട്ഡോർ ആയിരുന്നു. സെയിം ഗസ്റ്റ്. ഇൻഡോർ ഇല്ല. ഇൻഡോർ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. പക്ഷെ നിങ്ങൾ എല്ലാവരും വേണ്ട പറയാൻ, കാരണം എനിക്ക് വീട്ടുപണി ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്നെക്കൊണ്ട് അത് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പണി എന്ന് പറഞ്ഞാൽ നിന്നെ ഡ്രസ്സ് മടപ്പിക്കുകയും ചെയ്യുള്ളൂ. ശരി, വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? നല്ല രസമായി. എനിക്ക് ഏറ്റവും ഇഷ്ടത് സ്കൂളിൽ പോയതാണ് കേട്ടോ. അതേ ശരിക്കും എനിക്കിങ്ങനെ ശരിക്കും സങ്കടം വന്നു. ആണോ? ഓക്കെ. കണ്ണില് അത് ഇനി നമ്മള് എഡിറ്റർ BGM ഇട്ട് നല്ല ഇമോഷണലാക്കും. അപ്പൊ വീഡിയോ കാണുമ്പോൾ എനിക്ക് കരയാ. ശരിക്കും എനിക്ക് നല്ല കണ്ണിക്കൂടെ വെള്ളം വന്നില്ല എന്നേ ഉള്ളൂ. വെള്ളം കൂടെ വന്നെങ്കിൽ സീനായതിന്റെ. അപ്പൊ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം? നല്ല ഇമോഷണലായിട്ട് വായിൽ തുറക്കാൻ പറ്റുള്ള ഇഷ്ടമായിരുന്നു. ഡെയിലി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്ലി വൺസ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മന്ത്ലി വൺസ് നമുക്ക് ഇതുപോലെ ഇത് നടപടിയാവില്ല. അല്ല, മന്ത്ലി വൺസ് അല്ലെങ്കിൽ എവറി 2 months. അമ്മ അപ്പോൾ ഗൈസ്, എൻ്റെ ആവശ്യമുള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എവറി 2 months നമുക്ക് ഇതുപോലെ അല്ലേ മുതലെടുക്കാൻ. നിങ്ങളെ അമ്മമാർ പറയും, അയ്യോ ഞങ്ങളെ ഒന്നും കണ്ടിട്ടില്ല നിങ്ങളെ സ്നേഹിക്കുന്നത്. പക്ഷെ നിങ്ങള് പ്രാപ്തരായ നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ മുതലെടുക്കും.
ഉദാഹരണം എൻ്റെ അമ്മ. അപ്പോൾ ഗൈസ് അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റ് അപ്പോൾ ഇത് എപ്പോഴും അമ്മനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ബൈ. ശരി ബൈ പറ. ബൈ.